Okay, welcome to our channel. അപ്പോൾ 283 moves zeros. Here നമുക്കൊരു array ഉണ്ട്, array of elements in which ഒരു 5 elements ഉള്ള ഒരു array ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സീറോസിനെ arrayയുടെ അവസാനം ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. ഇതാണ് മൂവ് സീറോസ്. ഓക്കെ, നമുക്ക് ഇതൊരു എക്സാമ്പിൾ ആയി എടുത്താൽ ആദ്യത്തെ 0 അവസാനം പോകണം, പിന്നെ 1 ഫ്രണ്ടിലോട്ട് പോകണം, അതുപോലെ തന്നെ സീറോസ് എന്തോ ചെയ്യണം, അവസാനം പോകണം, 3 ഫ്രണ്ടിലോട്ട് വരണം, 12 ഫ്രണ്ടിലോട്ട് വരണം. അതായത് ഈ ഒരു അറേ ആയിരിക്കും നമുക്ക് ഇൻപുട്ട് ആയിട്ട് തരിക. അതിന് നമ്മൾ അവസാനം ഔട്ട്പുട്ട് ആയിട്ട് ഇതിനെ ആക്കണം. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് അപ്രോച്ചസ് ഉണ്ട്. two approaches in which that ഫസ്റ്റ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആണ്. ഒന്നാമത് ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അതിനൊപ്പം ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെരി സിമ്പിൾ, ജസ്റ്റ് നമുക്ക് ഒരു 1 ലൈൻ ഓഫ് കോഡ് മതി. അടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ അതൊരു കൺസെപ്റ്റ് ആയിരിക്കും, ക്വിക്ക് സോർട്ട് ആയിരിക്കും. ഞാനിവിടെ നൽകാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡ് ആയിരിക്കും ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഒന്നാമത് നമ്മുടെ അറേ വന്നിട്ടുണ്ട്. ഈ അറേയിൽ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ n ഓഫ് എലമെന്റ്സ് നമ്മൾ കണ്ടുപിടിക്കും. n നമ്പർ ഓഫ് എലമെന്റ്സ്, ഇപ്പോൾ നംസ് എന്നുള്ള ഒരു അറേ ആണ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എത്ര എലമെന്റ്സ് ആണ് എന്നുള്ളത് എന്നിലേക്ക് നമ്മൾ ഇതാക്കും. അപ്പൊ n നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ട് സീറോസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെച്ചാൽ, ഇപ്പൊ സീറോസ് കണ്ടുപിടിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും, അതിനെ നമ്മൾ ലിസ്റ്റിന്റെ ബാക്കിലേക്ക് അപ്പൻഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ 1 ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യോ? ഇല്ല. ഇനി അടുത്ത സീറോസ് ആണ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ലിസ്റ്റിന്റെ അവസാനം അപ്പൻഡ് ചെയ്യും. ഇത് അപ്പൊ നമ്മൾ ആ ഇൻഡെക്സ് തന്നെ ഒഴിവാക്കും, ഇത് രണ്ട് ഫ്രണ്ടും. നമ്മൾ ഇതാണ് ഒരു ഈസി മെത്തേഡ് ആയിട്ട് ഫൈൻഡ് ചെയ്ത് നമുക്ക് ഇനി നമ്മൾക്ക് സൊല്യൂഷൻ നോക്കാം. ഇതിൽ ഒന്നാമത് നമ്മൾ നംസോ ആയിരിക്കും നമ്മുടെ ഇൻപുട്ട്. നംസ് എന്ന് പറയുന്നത് ഈ ഒരു അറേ ആയിരിക്കും. ഈ ഒരു അറേ ആണ് നംസ് എന്ന് പറയുന്നത്. ഈ നംസ് ഓഫ് അറേയിലേക്ക് n എന്ന് പറയുന്നത് എന്താണ്, n ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ്. നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും n എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ്. ഇനി ഐട്രേറ്റ് ചെയ്യുന്നു എന്നിലേക്ക്. ഇഫ് 0 ഫൈൻഡ് ഔട്ട് ചെയ്താൽ എന്ത് ചെയ്യണം, ഇതിനെ അപ്പൻഡ് ചെയ്യണം. ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നംസ് ഡോട്ട് അപ്പൻഡ് എന്ന് പറയാൻ എന്താണ്, ഇപ്പോൾ ഒരു 0നെ കണ്ടുപിടിച്ചെന്നിരിക്കാം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 0നെ എവിടേക്ക് അപ്പൻഡ് ചെയ്യണം, നംസിലേക്ക് അപ്പൻഡ് ചെയ്യണം. എന്താണ് അപ്പൻഡ് ചെയ്യേണ്ടത്, നംസിൽ നിന്ന് ഇപ്പൊ കണ്ടുപിടിച്ചതിന് ഇൻഡെക്സ് ഓഫ് 0 ഉള്ള ഇൻഡെക്സിലെ സാധനത്തിനെ എന്തോ ചെയ്യണം, പോപ്പ് ചെയ്യണം. പോപ്പ് എന്ത് പറ്റും, ആദ്യം പോപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടുന്ന് പോകും. എന്നിട്ട് അതിന് എന്ത് ചെയ്യാണ്, നംസ് ഡോട്ട് അപ്പൻഡ് ഓഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ലിസ്റ്റിന്റെ ബാക്കിലേക്ക് എൻറ്റർ ചെയ്യുക. അപ്പൊ അപ്പൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് പോകും. ഇനി എന്ത് ചെയ്യും, 1 വരും. 1 വരുന്ന സമയത്ത് ഇവിടെ കണ്ടീഷൻ പോലും കൊടുത്തില്ല. അപ്പൊ എന്താ ചെയ്യും, 1 ഇതുപോലെ തന്നെ നിൽക്കും. ഇനി 0 വരും. 0 വരുന്ന സമയത്ത് എന്ത് ചെയ്യും, 0ത്തുള്ള ഇൻഡെക്സിലുള്ള സാധനം ആദ്യം പോപ്പ് ചെയ്യും, അതിനുശേഷം അതിനെ അപ്പൻഡ് ചെയ്യും. ഇനി നമ്മൾ നംസ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, 1 3 12 പിന്നെ 0 ഇതായിരിക്കും നമ്മുടെ റിട്ടേൺ ചെയ്യുന്ന നംസ് സൊല്യൂഷൻ. താങ്ക് യു.